ഷ്രിംജിതയ്ക്ക് തിരിച്ചടിയാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്ന് ബസ് ജീവനക്കാരുടെ മൊഴിയാണ്, മറ്റൊന്ന് CCTV ദൃശ്യങ്ങളാണ്. ഈ പ്രതി ബസ്സിൽ അസ്വാഭാവിക സംഭവങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്, ആരും ഒരു പരാതിയും പറഞ്ഞില്ല എന്നാണ് ബസ് ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. ബസ്സിലെ CCTV ദൃശ്യങ്ങളിലും അസ്വാഭാവികമായി ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ആ ബസ് ജീവനക്കാരുടെ വാക്കുകൾ കൂടി കേൾക്കാം. അതിനുശേഷം സന്തോഷിലേക്ക് കൂടി നമുക്ക് പോകണം. കാരണം കണ്ണൂർ പയ്യന്നൂരിലാണല്ലോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ബസ് ജീവനക്കാർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. പിന്നെ നമുക്ക് അവർ പരാതി തരുമോ, നമ്മുടെ വണ്ടിയിൽ ഒന്നും അങ്ങനെ സംഭവങ്ങളില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അവരൊരു ഒന്നും പറയുമോ, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് എന്ന് പറയുമോ നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഇത് ആൾക്കാരിങ്ങനെ രണ്ട് ഭാഗം നിൽക്കലേന്ന് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നത് 10-40 ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പം CCTVയിൽ കാണാൻ ചാൻസ് കുറവാണ്. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള അങ്ങനെ ഇങ്ങോട്ടും ബാക്കിൽ അങ്ങനെ ഇങ്ങോട്ടുള്ള തടസ്സമായില്ലേ, ആ ഒരു ഇതുകൊണ്ട് CCTVയിൽ കാണാൻ വ്യക്തത കുറവായിരിക്കാൻ ചാൻസ്. നോക്കൂ, അതാണ് ബസ് ജീവനക്കാർക്ക് പറയാനുള്ളത്. കാരണം അസ്വാഭാവികമായി ഒന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഓർത്തു നോക്കൂ, നമ്മളൊരു വാഹനത്തിൽ കയറുമ്പോൾ, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ നമുക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ നമ്മൾ അപ്പോൾ തന്നെ ബഹളം വയ്ക്കില്ലേ? അതല്ലെങ്കിൽ അപ്പോൾ തന്നെ അതിലെ ജീവനക്കാരോട് സംസാരിക്കില്ലേ? ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. അവർ വീഡിയോ പകർത്തി എന്ന് പറയുന്നു. പക്ഷേ ആ വീഡിയോയിൽ അസ്വാഭാവികമായ ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി അതിനപ്പുറത്തേക്കുള്ള ദൃശ്യങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ പുറത്തു വന്ന വീഡിയോയിൽ അസ്വാഭാവികമായ ദൃശ്യങ്ങളൊന്നുമില്ല. ഒരു മനുഷ്യനെ അവിടെ കോർണർ ചെയ്യുകയാണ്, അവിടെ ഹരാസ് ചെയ്യുകയാണ്. സ്വാഭാവികമായും വലിയ തോതിൽ അഭിമാനത്തിനും ജീവിതത്തിനും ക്ഷതമേറ്റ മനുഷ്യൻ ജീവനെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അതിലെ ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, അതായത് CCTV ദൃശ്യങ്ങൾ, അതിൽ അസ്വാഭാവികതയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബസ് ജീവനക്കാർ പറയുന്നു അവരോടൊന്നും പറഞ്ഞിട്ടില്ല, അവരുടെ ശ്രദ്ധയിൽ ഒന്നും പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഇത് ഷ്രിംജിതയ്ക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, ഇപ്പോൾ ബസ് ജീവനക്കാരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതിൽ അവർ പറയുന്നുണ്ട് അസ്വാഭാവികമായ ഒന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അവരുടെ മുൻപിലേക്ക് ഒരു പരാതിയോ ഒരു ബഹളമോ ഒന്ന് അവിടെ എത്തിയിട്ടുമില്ല എന്നും അവർ പറയുന്നുണ്ട്. സന്തോഷേ, ഒരു ബസ്സിൽ നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം നമ്മൾ ബഹളം വയ്ക്കുകയോ അതല്ലെങ്കിൽ സഹയാത്രിക്കാരോടോ അതല്ലെങ്കിൽ ബസ് ജീവനക്കാരോടോ പരാതിപ്പെടുകയല്ല ചെയ്യുന്നത്, പറയുകയല്ല ചെയ്യുന്നത്. തീർച്ചയായും മനു, ഈ ഒരു ബസ് ജീവനക്കാരുടെ മൊഴിയിൽ നിന്ന് അതോടൊപ്പം തന്നെ ഇതുവരെ വന്നിട്ടുള്ള പല പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം, ഈ മുസ്ലിം ലീഗ് നേതാവും മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ഷിംജിത മുസ്തഫയ്ക്ക് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിലിട്ട് റീച്ച് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം അതല്ല, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം ദീപകിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നെങ്കിൽ അതിനെതിരെ തത്സമയം പ്രതികരിക്കാനോ അല്ലെങ്കിൽ ബസ്സിലെ ജീവനക്കാരോട് പരാതി പറയാനോ അവർ തയ്യാറാകേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവവും ബസ്സിൽ ഉണ്ടായിട്ടില്ല. ബസ് ജീവനക്കാരുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല. ഈ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടപ്പോഴാണ് ബസ് ജീവനക്കാർ പോലും ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ കാര്യം അറിയുന്നത്. അതായത് ഷിംജിത എന്ന് പറയുന്നത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ആളൊന്നുമല്ല, അവരൊരു പൊതുപ്രവർത്തകയാണ്. മാത്രമല്ല അവരൊരു ജനപ്രതിനിധിയായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ബസ്സിലൊരു മോശം അനുഭവം നേരിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ പ്രതികരിക്കുകയും ഈ ബസ് ജീവനക്കാരെ വിവരം അറിയിക്കുകയും പോലീസിലേക്ക് വിവരം കൈമാറുകയുമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഈ ഷിംജിത ഒരു കാര്യം കൂടി ആ വീഡിയോയിൽ പറയുന്നുണ്ട്, മറ്റൊരു പെൺകുട്ടിക്ക് ദുരനുഭവം നേരിട്ടതാണ് ഞാൻ ആദ്യം കണ്ടത്, അതിനുശേഷമാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തക കൂടിയായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയായ ഷിംജിത ചെയ്യേണ്ടിയിരുന്നത് മറ്റൊരു പെൺകുട്ടിക്ക് ബസ്സിൽ അതിക്രമം നേരിടുന്നത് കണ്ടാൽ ആ സമയത്ത് തന്നെ ബഹളമുണ്ടാക്കുകയും ബസ് ജീവനക്കാരെയും മറ്റുള്ളവരെയും വിവരമറിയിച്ച് അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോവുകയാണ്. പക്ഷേ ആ ബസ്സിൽ യാത്ര ചെയ്ത ആരും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ബസ്സിലെ മറ്റ് യാത്രക്കാരുടെ മൊഴി കൂടി എടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുവരെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ബസ്സിലെ ആളുകളെയെല്ലാം കണ്ടതിൽ നിന്ന് മനസ്സിലായത് അങ്ങനെ ഒരു സംഭവം ബസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക സംഭവം നടന്നതായി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ധാരാളം ആളുകൾ ഈ ബസ്സിലേക്ക് കയറാനുള്ളതാണ്. അങ്ങനെ നല്ല തിരക്കുള്ള ബസ്സായിരുന്നു. ഈ ദീപക്കും ബസ്സിൽ കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ CCTVയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഇത്തരത്തിലുള്ള മോശം ഒരു പ്രതികരണം, ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രതികരണം ദീപകിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്നുള്ളത് ബസ്സിലെ ഏതെങ്കിലും യാത്രക്കാരോ അല്ലെങ്കിൽ ഈ ഷിംജിതയോ അത്തരത്തിലൊരു പരാതി ഉന്നയിക്കുകയോ ഒരു ബഹളം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുതന്നെയാണ് ഈ കേസിൽ ഈ ഷിംജിത മുസ്തഫയ്ക്ക് തിരിച്ചടിയാകാൻ പോകുന്നത്. കാരണം ആ വീഡിയോ പകർത്തി പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഒരു വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുണ്ടായിരുന്നു. അത് സതുദ്ദേശമായിരുന്നെങ്കിൽ അന്ന് ബസ് ജീവനക്കാരോട് ഉൾപ്പെടെ പറയേണ്ടതാണ്. പക്ഷേ ഈ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അതിനകത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ്
ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ കേസിൽ പ്രധാനപ്പെട്ട തിരിച്ചടിയായി ഷിംജിതയ്ക്ക് മാറാൻ വേണ്ടി പോകുന്നത്. ആത്മഹത്യാ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിലേക്ക് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് മാറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തിയപ്പോൾ അത്തരത്തിൽ കടുത്ത ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇത് പ്രചരിച്ചതിൻ്റെതായിട്ടുള്ള മാനസിക പ്രയാസം ദീപക്കിനുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഷിംജിത മുസ്തഫയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഷിംജിത മുസ്തഫയുടെ ഫോൺ ഓഫ് ആണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ പല സ്ഥലങ്ങളിലും പോലീസിന് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഷിംജിത വിദേശത്തായിരുന്നു, അവിടേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതായാലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ബസ് ജീവനക്കാരിൽ നിന്ന് കൂടുതൽ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരെ കൂടി കണ്ടെത്തി CCTV പരിശോധിച്ച് മറ്റ് യാത്രക്കാരെ കൂടി കണ്ടെത്തി മൊഴിയെടുക്കാനും പോലീസ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആത്യന്തികമായി ഈ പ്രശ്നം ഇത് സ്ത്രീകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ തന്നെ നിങ്ങൾ സമൂഹ മാധ്യമങ്ങൾ എടുത്തു നോക്കൂ. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കുറേ വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുറേ ആളുകൾ ചെയ്യുന്ന വീഡിയോയാണ്. ബസ്സിൽ കയറാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഹെൽമറ്റൊക്കെ വെച്ചുകൊണ്ട് ഈ ക്രിക്കറ്റിന് നമ്മൾ കളിക്കാൻ വേണ്ടി കെട്ടുന്ന പാഡൊക്കെ കയ്യിൽ കെട്ടിക്കൊണ്ടൊക്കെ ഇനി ഏതെങ്കിലും സ്ത്രീകളുടെ ദേഹത്ത് തട്ടിയാൽ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കുറേ വീഡിയോകൾ. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ പ്രശ്നത്തിൽ ഒരു രോഷം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ ആത്യന്തികമായി അത് സ്ത്രീകളെ വല്ലാതെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ആ സംഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നം ഇതുപോലുള്ള ചിലരുടെയൊക്കെ കയ്യിലിരിപ്പ് കാരണം സമൂഹത്തിന് മുൻപിൽ പ്രതിസന്ധിയിലായി പോകുന്നത് നമ്മുടെ നാട്ടിലെ അമ്മമാരും പെങ്ങന്മാരുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചിലരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഇത്തരത്തിൽ പലരും അല്ലെങ്കിൽ സ്ത്രീ സമൂഹം ഒന്നടങ്കം ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ടു നിൽക്കുകയാണ്. എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ കുറ്റപ്പെടുത്തലിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ രാഹുൽ ഈശ്വറിൻ്റെയൊക്കെ കഴിഞ്ഞ ദിവസത്തെ നടപടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലേ? മെൻസ് കമ്മീഷൻ ദീപകിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപ നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ അവരെപ്പോലുള്ള ആളുകൾക്കൊക്കെ വളം വെച്ച് കൊടുക്കുകയാണ്. ഈ ഷിംജിതയുടെ ഈ ഇടപെടൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ചെയ്തി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് സമൂഹത്തിൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് കൂടി കാരണമാകും എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് നേതാവായ ഷിംജിത മുസ്തഫ അവർ ചെയ്തത് ഒരിക്കലും നീതീകരിക്കാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു സഹയാത്രികയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി എന്നാണല്ലോ അവർ പറയുന്നത്. അവരൊരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളാണ്. എന്താണ് നമ്മളാണെങ്കിൽ ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ കൂടി ഒരിക്കൽ കൂടി അത് പറയാതെ പോകാൻ കഴിയില്ല. നമ്മളാണെങ്കിൽ ചെയ്യുക എന്താണ്? ഒന്നുകിൽ നമ്മൾ ബഹളം വയ്ക്കും, അതല്ലെങ്കിൽ നമ്മൾ ബസ് ജീവനക്കാരോട് പറയും വണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് പോകട്ടെ, ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറയും. അതല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയാണോ? ഇനി വീഡിയോ എടുത്തു തന്നെ വെക്കുക, അത് പോലീസിന്റെ കയ്യിൽ ഹാജരാക്കി ആ പ്രശ്നത്തിന് ഒരു തെളിവായി കൊടുക്കുകയല്ലേ വേണ്ടത്? അതൊന്നുമല്ല ചെയ്തത്. സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ എന്തും കാട്ടിക്കൂട്ടാം എന്നൊരു ധൈര്യമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഏതായാലും അതൊരു പാവം മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഏറ്റവും സങ്കടം, ആ മനുഷ്യനെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും ഒരു മോശം പോലും പറയാനില്ല എന്നതാണ്. എല്ലാവരും, അതിപ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ വീട്ടുകാരോ ഒക്കെ ആയിക്കോട്ടെ, എല്ലാവരും ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെയാണ് ദീപകിനെ കുറിച്ച് പറയുന്നത്. ഏറ്റവും സങ്കടകരം തന്നെയാണ്. ഏതായാലും ഈ മുസ്ലിം ലീഗിന്റെ നേതാവായ ഷിംജിത മുസ്തഫ ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം ഇവർ നേരത്തെ വിദേശത്ത് ജോലി ചെയ്ത കാര്യങ്ങളടക്കം അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട്. ആ രീതിയിലും അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അതിന്റെ സത്യം പുറത്തു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബസ് ജീവനക്കാരുടെ മൊഴി, CCTV വിഷ്വൽസ്, ആ വണ്ടിയിൽ അന്ന് യാത്ര ചെയ്ത ആളുകളെ കണ്ടെത്തി അവരുടെ മൊഴി എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അന്വേഷണ സംഘത്തിന് കൂടുതൽ വ്യക്തത വരും. എന്തെങ്കിലും അസ്വാഭാവികമായ സംഭവങ്ങൾ അന്ന് ആ വണ്ടിയിൽ നടന്നിരുന്നോ എന്നതിനെക്കുറിച്ച്.